ദൈവവചനം ശരിയായ രീതിയിൽ അറിയുന്ന ഒരു വ്യക്തി അവൻ ഓരോ പ്രഭാതത്തിൽ ഏറ്റിരുന്ന ഒറ്റ കാര്യമേ പറയുള്ളൂ. കർത്താവെ, കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം നൽകിയതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. കണ്ടോ, നന്ദി മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കൂ. കാരണം തോബിത്തിൻ്റെ പുസ്തകം 12:6 വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൂതൻ രണ്ടുപേരെയും വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, തോബിയാസിനെയും സാറായെയും, ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകളെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യും. നന്ദി പറയാൻ അമാന്തമരുത്. കുറച്ച് മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞു. എന്തിനങ്ങനെ സാക്ഷ്യം പറയുന്നത്? അവർ കിട്ടിയ അനുഗ്രഹം പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിശ്വാസം വരും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ. അപ്പം നമുക്ക് ദൈവത്തെ ശരിയായ രീതിയിൽ സ്തുതിക്കാമെന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദിയാണ് ദൈവസ്തുതി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിവിടെ ചോദിക്കട്ടെ, 1 തെസ്സലോനിക്കർ 5:18 ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുകയും എന്ന് പറഞ്ഞേ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കും. ഒരു കാര്യങ്ങളിൽ നിന്നാണോ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കാൻ പറ്റുമോ? ഒരു ചേച്ചി മാത്രമേ പറഞ്ഞുള്ളൂ. ബ്രസ്റ്റിന് ഈയിടെ ഒരു മുഴ വന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു, ഉണ്ടാകാതിരിക്കട്ടെ, ക്യാൻസർ ആണെന്ന് പറയും. ഉടനെ തന്നെ ഇവിടെ ഒരു മുഴ ഉണ്ടായതിനെ ഓർത്ത്, കർത്താവെ ഞാൻ നിനക്ക് പിന്നെ ഉണ്ടായി നോക്കട്ടെ, അന്നേരം അറിയാം. എനിക്ക് 2 ഉണ്ടായതാണ്. എനിക്ക് 2 ഓപ്പറേഷൻ കഴിഞ്ഞ ആളുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ നമ്മൾ ഇത് പ്രാക്ടിക്കലാക്കി എടുക്കണം. ഇതിൽ ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വചനവും പ്രിയപ്പെട്ടവരെ അത് പ്രാക്ടിക്കലാക്കാത്ത കൊണ്ടാണ് നമുക്ക് വിഷയം. അത് നോക്കിക്കേ, നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാതെ കിട്ടാത്തതിനെക്കുറിച്ച് ആകുലപ്പെടുന്നവരാണ്. അങ്ങനെ കിട്ടാത്തതിനെക്കുറിച്ച് ആകുലപ്പെട്ടാൽ ദൈവം നമുക്ക് തരാനുള്ള അനുഗ്രഹങ്ങൾക്ക് ബ്ലോക്ക് വരും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഉദാഹരണം, എൻ്റെ 3ാമത്തെ ചേട്ടന്, എൻ്റെ 5ാമത്തെ ചേട്ടനോട് പറഞ്ഞു, 5ാം ക്ലാസ്സിൽ വെച്ച് മലയാള മനോരമ പേപ്പർ കൂട്ടി വായിക്കാൻ 47 വർഷങ്ങൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അന്ന് ഒരു കുപ്പി മഷിക്ക് 10 പൈസയേ ഉള്ളൂ, ഒരു ചായക്ക് 20 പൈസയേ ഉള്ളൂ. എൻ്റെ അപ്പം മദ്യപാനി ആയതുകൊണ്ട് അമ്മയത്തിന് ചെടിക്കും കാഞ്ഞാർന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലാണ് എൻ്റെ അപ്പം കിടക്കണത്. അപ്പോൾ അമ്മയാണ് ഇങ്ങനെ ഷോർട്ട് വെട്ടാനൊക്കെ പോകുന്നത്. 45 രൂപ കൂലി കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ ഭക്ഷണമൊന്നുമില്ലാതെ അവന് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അറിവ് അതിനേക്കാളും വലിയ അറിവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിലാണ് യഥാർത്ഥമായ അറിവ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വചന ഉള്ളി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഇളയ സഹോദരി 3ലാണ് പഠിക്കുന്നത്. അവൾ മലയാള മനോരമ എന്ന് വായിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഈഗോയായിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പഠിത്തമുള്ളവരെ വിദ്യാഭ്യാസമുള്ള ആരെ കണ്ടാലും എനിക്ക് അസൂയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, 5ാം ക്ലാസ് വരെ പഠിച്ചിട്ട് മലയാള മനോരമ പേപ്പർ കൂട്ടി വായിക്കാൻ അറിയാൻ പാടില്ലാതെ പഠിത്തം നിർത്തിയതിനെ ഓർത്ത് ഞാൻ നിനക്ക് അന്ന് മുതൽ ഇന്ന് വരെ രവി എന്ന തോമസിന് വിദ്യാഭ്യാസമില്ല എന്ന് തോന്നിയിട്ടില്ല. ചേച്ചി മിണ്ടുന്നില്ല. എന്നാ മല്ലിയാണ് പറയണേ. പറഞ്ഞേ ഹല്ലേലൂയ. ശത്ര പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഡോക്ടേഴ്സിന് വരെ വടവാതൂർ സെമിനാരിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 10 മിനിറ്റ് കൂടി എടുക്കാമെന്ന് ചോദിച്ചു. വട്ടാലച്ചൻ്റെ കൂടെ ആദ്യ വെള്ളിയാഴ്ച 10-12 വർഷങ്ങൾ മുമ്പ് അട്ടപ്പാടി ക്ലാസ് എടുത്തപ്പോൾ അച്ഛനിങ്ങനെ പുറകിലിരിക്കുക. 1 മണി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു 10 മിനിറ്റ് സമയം കൂടി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാളെ ഡോക്ടറേറ്റ് ചെയ്ത വൈദ്യരോട് ധ്യാനിപ്പിക്കാനുള്ള കൃപയാണ് കർത്താവ് എനിക്ക് തന്നത്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പോൾ എൻ്റെ മോള് 4 പ്രാവശ്യം OT എഴുതി, 4 പ്രാവശ്യവും തോറ്റുപോയി. അപ്പം ഞാൻ മോളോട് ചോദിച്ചു, എടി നിനക്ക് തോറ്റപ്പോൾ എന്ത് തോന്നി? അവളെന്നെ ചോദിച്ചു, എന്നാ തോന്നാനാ പപ്പേ? വിഷമം തോന്നി. സാധാരണ അങ്ങനെയല്ലേ തോന്നാറ്, അല്ലേ? ആണോ? അപ്പം ഞാൻ ചോദിച്ചു, എടി 4 പ്രാവശ്യം തോറ്റുപോയിനോട് നന്ദി പറഞ്ഞു. അതെങ്ങനെയാ പപ്പേ നന്ദി പറഞ്ഞേ? ജയിക്കുവാണെങ്കിൽ പറ, നന്ദി പറ. അല്ലടി, ഞാനോട് പറഞ്ഞു, എടി നീ 4 പ്രാവശ്യം തോറ്റുപോയിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഇനി 5ാമത്തെ പ്രാവശ്യം നീ എഴുതുന്നുണ്ടോ? അപ്പോൾ അവളെന്ന് പറഞ്ഞു, 5ാമത്തെ പ്രാവശ്യം എഴുതാൻ പൈസയില്ല, 4 പ്രാവശ്യവും ആങ്ങളെയാണ് പൈസ കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു, എടി നന്ദി പറയുമ്പം 5ാമത്തെ പ്രാവശ്യം എഴുതാനുള്ള പൈസ ആര് തരും? കർത്താവ് തരും. അവൾ മനസ്സോടെ ഇങ്ങനെ പറഞ്ഞു, ഈശോയെ 4 പ്രാവശ്യം ഞാൻ തോറ്റുപോയതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അപ്പോൾ ആങ്ങള മാൾട്ടായെന്ന് വിളിച്ച് പറഞ്ഞു, ചേച്ചി ഒന്നുകൂടെ എഴുതി നോക്ക്, ഞാൻ പൈസ തരാം. ഇപ്പോൾ എപ്പോഴാണ് ചേച്ചി പൈസ കിട്ടിയത്? പറ. അങ്ങനെ നന്ദി പറഞ്ഞാൽ പൈസ കിട്ടും കേട്ടോ, കിട്ടാനുള്ളത് കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാനിവളോട് പറഞ്ഞു, എടി നീ 5ാമത്തെ പ്രാവശ്യം ജയിച്ച് കഴിഞ്ഞതിനെ ഓർത്ത് എന്ത് പറയാം? പറ. ഞാനിവിടെ വചനം പറഞ്ഞു കൊടുത്തു, വിജയം തരുന്ന കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവളേതായാലും നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ OTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 വിഷയം, എളുപ്പമുള്ള വിഷയം 290 അല്ലാതെ 91 മാർക്ക് കിട്ടത്തില്ല. ഭയങ്കര, അവൾ പറഞ്ഞു അത് നല്ല എളുപ്പമുള്ള വിഷയമായിരുന്നു പപ്പേ, അത് തോറ്റുപോയി. അത് തോൽപ്പിക്കുന്നതാണ് സത്യത്തിൽ.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ 5-ാമത്തെ പ്രാവശ്യം ഇവിടെ പോയി നന്ദി പറഞ്ഞു പരീക്ഷ എഴുതി. ഓർത്തോളേ, അതാണ് നന്ദി പറയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ. 350 മാർക്ക് മതി ചേച്ചി ഒരു വിഷയത്തിന്. 5 വിഷയം, അവളുടെ പേര് അൽഫോൺസാന്ന് എഴുതി. 5 വിഷയം 370 മാർക്ക് മേടിച്ച് ജയിച്ചു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി എന്ന് പറഞ്ഞേ. എപ്പോഴാണ് വിജയം കിട്ടിയത്? ആ നന്ദി പറഞ്ഞില്ലായിരുന്നേ അവൾ വീണ്ടും എഴുതുമില്ല, അവൾ നിരാശപ്പെട്ടു പോയനെ. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണ് അവളിപ്പോൾ UK പോയി മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ എന്ത് പറയണം? ഇന്ന് ഈ ദിവസം ഇവിടെ വന്നിരിക്കാൻ പറ്റി, അതിനോർത്ത് എന്ത് പറയണം? ഇന്നേ ദിവസത്തെ ഓർത്ത് എന്ത് പറയണം? നല്ല കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചു, എന്ത് പറയണം? വീടില്ലാത്തതിനെ ഓർത്ത് എന്ത് പറയണം? മിണ്ടുന്നില്ല. ജോലിയില്ലാത്തതിനെ ഓർത്ത് എന്ത് പറയണം? മക്കളെ ഇല്ലാത്തതിനെ ഓർത്ത് എന്ത് പറയണം? ഇനി നിങ്ങൾ ഞാൻ 7,000 കൊടുത്ത് വാടകയ്ക്ക് കിടന്നാണ്. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് 22 വർഷം. അപ്പോൾ ഞാനിങ്ങനെ ഈശോയുടെ പ്രാർത്ഥനയാണ് കേട്ടത്. യോഹന്നാൻ 11:41 എഴുതി വെച്ചു. നല്ല പ്രാർത്ഥനയാണ്. ഈശോ പ്രാർത്ഥിച്ചോടെ പ്രാർത്ഥിക്കാൻ പഠിക്കണം, വചനം പഠിക്കണം. ഈശോ ലാസറിനെ ശവപ്പെടുത്തി പറഞ്ഞ് കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞ് ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. എങ്ങോട്ട് ഉയർത്തി? അപ്പോൾ ഈശോ എപ്പോഴും എങ്ങോട്ടാണ് കണ്ണുകൾ ഉയർത്തണേ? മിണ്ടുന്നില്ല. അപ്പം നമ്മൾ എങ്ങോട്ടാണ് കണ്ണുകൾ ഉയർത്തണ്ടേ? പിന്നെ നമ്മുടെ സ്വർഗത്തിലേന്നും കണ്ണുകൾ ഉയരുമൊന്നുമില്ല. നമ്മൾ കണ്ടുപോകുന്ന വാട്സാപ്പ്, ഫേസ്ബുക്ക്, പറ 7 മണിക്ക് സീരിയൽ കൂടെയൊക്കെ ആയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അത് ഈശോ പറഞ്ഞു, പിതാവേ, ഉറക്കെ പറ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. ഈശോ പിതാവുമായി ഗാഢബന്ധത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോയുമായിട്ടൊരു ഗാഢബന്ധം നമുക്കുണ്ടാകുമ്പോൾ വചനം വായിക്കുന്നത് വഴി ഈശോ, അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു 5 സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു വീട് നീ തന്നു കഴിഞ്ഞതിന് ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ ഒച്ചര പറയുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ മേരിയുടെ പേര് തങ്കമണി എന്നായിരുന്നു. മേരി ഓടി വന്നിച്ച് പറഞ്ഞു, അതെന്നാ പ്രാർത്ഥനയാണ്? കിട്ടിയില്ലല്ലോ, കിട്ടുമ്പോൾ പറഞ്ഞാൽ പോരെ. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലടി, ഇത് ഈശോയുടെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ചു. 8 മാസം തികഞ്ഞില്ല. രാമപുരം പള്ളിയിലെ തൊട്ടടുത്ത് വീട്ടിലിരുന്ന കുർബാന കേൾക്കാം. നടന്നു പോയാൽ 10 മിനിറ്റ് ചെല്ലാം. വണ്ടിയും കൊണ്ട് പോയാൽ 5 മിനിറ്റ് നേരം. ഇപ്പോൾ 9 സെൻറ്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ് ഇറങ്ങിയ വീടാണ് കർത്താവ് തന്നത്. കരങ്ങളടിക്കുന്നില്ലേ? എപ്പോഴാണ് കിട്ടിയത്? പറ. അപ്പോൾ ഇന്ന് മുതൽ എന്ത് പറഞ്ഞോണം? വേറെ ഒന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒരു 30 ദിവസം നന്ദി മാത്രം പറയാം. അടുത്ത ശനിയാഴ്ചയും വന്ന് എന്ത് പറയാം? പറ. നിങ്ങളങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് 2 പുതിയ അനുഗ്രഹങ്ങൾ കിട്ടും, ഉറപ്പാണ്. 30 ദിവസം വീട്ടിൽ പോയി നന്ദി മാത്രം പറയാം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 103:2 അവനൊന്ന് ഏറ്റു പറഞ്ഞേ, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. ഉറക്കെ പറഞ്ഞേ, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. ഉറക്കെ പറഞ്ഞേ, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. അപ്പം അനുഗ്രഹങ്ങൾ മറക്കാതെ എന്ത് ചെയ്യണം? നന്ദി പറയണം. എനിക്ക് കോവിഡുണ്ടായി. ഞാൻ രാമപുരത്ത് കോവിഡില്ല എന്ന് വയനാട്ടിൽ പോയി കോവിഡ് മേടിച്ച ആളാണ്. കോവിഡ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ പറയുമോ, കർത്താവേ എനിക്ക് കോവിഡ് ഉണ്ടായതിനെ ഓർത്ത് ഞാൻ നിനക്ക് പിന്നെ അങ്ങനെയൊന്നും ആരും പറയല്ലേ പ്രിയപ്പെട്ടവരെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഉണ്ടാകാൻ കാരണം എൻ്റെ വൈഫിൻ്റെ അപ്പച്ചൻ ഞരമ്പ് ബ്ലോക്കായി കോഴിക്കോട് മെഡിക്കൽ. അന്ന് ഇങ്ങനെ 17 ദിവസം ഇരിക്കണം, ഭയങ്കര സ്പ്രെഡ് ചെയ്തിരുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ പോകണ്ടേ? ഞാൻ പറഞ്ഞു പോകണം. അങ്ങനെ ഞങ്ങൾ പോയി. എൻ്റെ ഭാര്യയ്ക്കാണ് ശ്വാസം മുട്ടലുണ്ട്. ഞാൻ പറഞ്ഞെടി, അവൾ വർഷങ്ങളായിട്ട് മരുന്ന് വലിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെടി, നീ ഇങ്ങനെ കോഴിക്കോട് മെഡിക്കലോയാണ്, നീ ശ്രദ്ധിക്കണം. അവിടെ ചെന്നപ്പോൾ അനിയത്തിക്ക് എന്നെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അനിയത്തി 2 പിള്ളേരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാൻ ഭാര്യനെ അവിടെ നിന്ന് 100 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ സുൽത്താൻ ബത്തേരി, വയനാട്ടിലാണ് എൻ്റെ ഭാര്യയുടെ വീട്, പുൽപ്പള്ളിയിൽ. അപ്പോൾ ഈ ഉരുളുപൊട്ടീനൊക്കെ അടുത്താണ്. അപ്പോൾ ഈ ഭാര്യനെ അവിടെ നിർത്തി 1 ദിവസം 2 ദിവസം അനിയത്തി എൻ്റെ കൂടെ പോന്നു. പക്ഷേ ഈ അനിയത്തിക്ക് കോവിഡ് ഉണ്ടാകുമ്പോൾ എനിക്കറിയത്തില്ല. ഞാൻ അനിയത്തിയും കൊണ്ട് പോയി. വീട്ടിൽ ചെന്നു. 2 ദിവസം കൊണ്ട് എൻ്റെ ഭാര്യ വന്നു. ഭാര്യ വന്ന് എന്നോട് പറഞ്ഞു, ഭയങ്കര വിറയൽ. അപ്പം എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് സാധാരണ വിറയലല്ല, എന്തോ സംഭവം പെട്ടെന്ന് കൂടി ചെക്കപ്പ് ചെയ്തപ്പോൾ കോവിഡാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഒരു ഷീറ്റിട്ട വീടാണ്, ഒരു ബാത്റൂമേ അവിടെ ഉള്ളൂ. എൻ്റെ ഭാര്യയുടെ അനിയനുണ്ട്, അനിയത്തിൻ്റെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, 2 പിള്ളേരുണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ 4 പേരും ക്വാറൻ്റൈനിലായി, ഒറ്റ ബാത്റൂമും. ഒന്ന് ഓർത്ത് നോക്കി. ഭാര്യനെ പെട്ടെന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസ് വന്നു. 13 ദിവസം അവിടെ കടന്നു. പെട്ടെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും കോവിഡായി. ഭയങ്കര ചുമ.
മൊത്തം ടേസ്റ്റ് എല്ലാം പോയി. പാലായിന്ന് ചില ചേച്ചിമാർ വിളിച്ചു, ഡെബി തോമസ് ബ്രദർ ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു വയനാട്ടിലാണ്. എന്നാ ചുമക്കണേ? ഞാൻ പറഞ്ഞു കോവിഡ് പോസിറ്റീവാണ്. അതെയോ, എന്നാ പ്രൈസ് ദി ലോർഡ്, പിന്നെ വിളിക്കാം. കാരണം ഫോണിൽ കൂടെ അങ്ങാനും പകർന്നെങ്കിലോ എന്ന് ഓർത്തു. ഞാൻ കണ്ടു പ്രിയപ്പെട്ടവർ, ഏറ്റവും മനുഷ്യൻ വെറുക്കപ്പെട്ട ഒരു രോഗമാണെന്ത്? സ്വന്തം അപ്പനും അമ്മയ്ക്ക് പോലും മരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റൂല. ഞാൻ അന്നേരം കണ്ടു, തൊട്ടടുത്ത് വേലിയേൽ എൻ്റെ ചേട്ടൻ അവിടെയുണ്ട്. അവൻ നേരത്തെ മാമോദീസ ജോൺസൺ എന്നാണ് പേര്. അവൻ അടുത്ത വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അനിയൻ അവിടെയുണ്ട് തോമസ്, അവന് പാല് കൊടുക്കണം. ആ ചേച്ചി കൊണ്ട് എന്ത് ചെയ്യുന്നറിയാവോ, വേലിയേൽ ഷിമ്മിക്കൂടിനകത്ത് പാല് വെച്ചിട്ടു, പാത്രം എടുത്തില്ല. എൻ്റെ അനിയത്തിലെ കൊച്ചുകൊണ്ട് പാത്രം കൊണ്ട് വെച്ചു. ചേച്ചി പാത്രം എടുത്തു കഴിഞ്ഞാൽ കൂടും. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് കോവിഡ് ഉണ്ടായതിനെ ഓർത്ത് ഞാൻ നിനക്ക് പറ നന്ദി പറയുന്നു. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ന്യൂമോണിയാണെന്ന വിവരം ആരോഗ്യപ്രവർത്തകർ മനസ്സിലായില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മോൻ അവിടുന്ന് വിളിച്ച് പറഞ്ഞു, അമ്മേനെ എങ്ങനെയും പപ്പായെ മാറ്റ്. ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെയാണ് മാറ്റാൻ? ഞാൻ പോസിറ്റീവായി കിടക്കുവാണ്. അപ്പോൾ ഒരു മാർഗവുമില്ല. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ എൻ്റെ ഭാര്യയുടെ ജീവനെ നീ പിടിച്ചു നിർത്തി കഴിഞ്ഞതിനെ ഓർത്ത്, വേണ്ടത്ര ചികിത്സ കൊടുത്തു കഴിഞ്ഞതിനെ ഓർത്ത് ഞാൻ ചുമക്കുന്നുണ്ട്, നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അങ്ങനെ നന്ദി പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചെവിടെയാണെന്നറിയാവോ? തിരുവനന്തപുരം ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിലാണ്. പരിധി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ഫോൺ വന്നിട്ട് പറഞ്ഞു, മേരി തോമസ് 51 ആരാണ്. അപ്പോഴാണ് ഈ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. പെട്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ വന്നു, ഡോക്ടേഴ്സ് വന്നു. പ്രിയപ്പെട്ടവരെ, ആ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ 5 എക്സ്റേയിൽ ന്യൂമോണിയാണ്. എൻ്റെ ഭാര്യ പറയുകയാണ്, 40-45 വയസ്സായ ഓൾറെഡി ചേട്ടൻ അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ പുള്ളിക്കാർക്ക് എന്ത് ചെയ്തു, അവരെ പേടിച്ചും മരിക്കും. 13 ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവൻ കർത്താവ് തിരിച്ചു തന്ന. ധ്യാനം കൂടുമ്പോൾ ആദ്യത്തെ ധ്യാനത്തിന് ഞാൻ അസിസി വരുന്നുണ്ട്. കൂട് കഴിഞ്ഞപ്പോൾ 60 പേര് ധ്യാനത്തിനുണ്ടായിരുന്നുള്ളൂ. ആ ധ്യാനത്തിൽ 2ാമത്തെ നിരയിൽ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? ജീവൻ തിരിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയാൻ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കർത്താവെ, കോവിഡ് കാലത്ത് എൻ്റെ ജീവനെ അവിടുന്ന് നീ പിടിച്ചു നിർത്തിയതിനെ ഓർത്ത് ഞാൻ നിനക്ക് പറയല. കാരണം നമ്മുടെ കഴിവുകൊണ്ടല്ലേ ജീവൻ പിടിച്ചു നിർത്തിയത്. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറ, ശക്തിയോടെ പറ. നിങ്ങളുടെ കടബാധ്യതയുണ്ട്. നിങ്ങളൊന്നൊന്ന് പിടിച്ചു പോലെ, കർത്താവേ ഈ കടബാധ്യത നീ അറിയാതെ ഒന്നും ഉണ്ടാകുകയില്ല. ഈ കടബാധ്യത നീ ഏറ്റെടുത്ത് വീട്ടിൽ കഴിഞ്ഞതിനെ ഓർത്ത് ഞാൻ നിനക്ക് എന്ന് പറഞ്ഞു നോക്ക്. ഈ രോഗം നീ അറിയാതെ എനിക്കുണ്ടാകത്തില്ല. ഇതെൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രോഗത്തിൽ കർത്താവേ നീ ഇടപെട്ട് കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇന്ന് വീട്ടിൽ ചെന്നാൽ ചേച്ചിമാർ പ്രാർത്ഥിക്കണം, കർത്താവേ മദ്യപാനിയെ ഒരു ഭർത്താവിനെ എനിക്ക് തന്നതിനെ ഓർത്ത്. ആ ചേട്ടന്മാരാ പറഞ്ഞേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.